ഇന്ന് വളരെ പ്രധാനപ്പെട്ട അതിഥി നമ്മുടെ ഒപ്പം എത്തിയിട്ടുണ്ട്. അതെ, വലിയൊരു ഇൻട്രൊഡക്ഷൻ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ എന്താ വെച്ചാൽ ചിലർക്കെങ്കിലും ഒരു പീസ് റേഡിയോ ടീമിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ മുൻനിരയിൽ എപ്പോഴും സ്റ്റേജിൽ കാണുന്ന കുറേ ആളുകളുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ IT കാര്യങ്ങൾ നോക്കുന്ന ഒരു പിന്നാമ്പുറ പ്രവർത്തനങ്ങൾ ഒരുപാട് പേരുണ്ട്. രണ്ടുപേർക്കുള്ള പ്രാർത്ഥനകൾ നമ്മളിങ്ങനെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഈ IT എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് അതെന്തുകൊണ്ടും വളരെയധികം പ്രസക്തമാണല്ലോ പീസ് റേഡിയോ പോലെ ഒരു ആപ്പിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരം ഫീൽഡിലുള്ള ഒരു ഗസ്റ്റിനെ തന്നെ നമുക്ക് കിട്ടി എന്നുള്ളത് വേറെ സവിശേഷതയാണ്. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് ഡോക്ടർ ഷാനിദ് മലയിൽ. അദ്ദേഹം MEA എഞ്ചിനീയറിംഗ് കോളേജ്, പെരിന്തൽമണ്ണ MEA എഞ്ചിനീയറിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. കമ്പ്യൂട്ടർ സയൻസ് വിഷയവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ മേഖല കിടക്കുന്നത്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു സമകാലികം സെഷനിൽ ചേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷാനിദ് ക, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അൽഹംദുലില്ലാ. ഓക്കെ, നേരത്തെ പരിചയമുള്ളത് കൊണ്ടാണ് ആ നിലക്ക് ഷാനിദ് ക എന്ന് വിളിക്കാൻ പറ്റുന്നത്. പരിചയപ്പെടുത്തും സ്ഥലം എന്നൊക്കെ പറഞ്ഞ സ്ഥലം പാണ്ടിക്കാട് റോംബറാണ്. അതെ, അപ്പോൾ എല്ലാവരും പാണ്ടിക്കാട് തന്നെയാണ് അല്ലേ? അവിടെ റേഡിയോയിലേക്ക് വരാൻ നമ്മൾ പെരുന്തൽമണ്ണ സ്റ്റുഡിയോയിലാണല്ലോ ഈ ഒരു ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. എന്നാലും രാവിലെ ഈ സമയത്ത് എത്തിച്ചേരാന്നല്ല അത്ര എളുപ്പമൊന്നുമല്ല. എന്നാലും അൽഹംദുലില്ലാ. ശരി. പിന്നെ ഡോക്ടർ എന്നുണ്ടല്ലോ പേരിന് മുന്നേ, അപ്പോൾ ആ ഡോക്ടറേറ്റ് എന്താണ്, ഏത് വിഷയത്തിലാണെന്നൊക്കെ ഒന്ന്? അത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെയാണുള്ളത്. അൽഹംദുലില്ലാ 2017 തുടങ്ങി 2022 അവസാനിച്ച ഒരു മാരത്തോൺ ഓട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടിയത് ഡോക്ടറേറ്റ്. അതെ. നിങ്ങൾ പഠിച്ചത് എവിടെയായിരുന്നു? UG PG ഒക്കെ എവിടെയായിരുന്നു? ഞാൻ UGയും PGയും പഠിച്ചത് MEA എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെയാണ്. അവിടെ തന്നെ അധ്യാപകനായിട്ട്. അന്നത്തെ കാലത്ത് സ്വപ്നമായിരുന്നു തോന്നുന്നു. അങ്ങനെ ഉണ്ടായി ഒന്നും. PhD എവിടെ നിന്നാണ് എടുത്തത്? PhD നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി, കന്യാകുമാരി. ഓക്കെ, അപ്പോൾ ഈ ഒരു IT ഫീൽഡ്, കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അല്ല, അതിനൊരു കാര്യം, PhD എടുത്തത് ഏത് വിഷയത്തിലാണ് നമുക്കറിയാമല്ലോ. അത് പറഞ്ഞില്ല. അത് സ്പെഷ്യലൈസേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ്. എസ്പെഷ്യലി നമ്മുടെ AI അല്ലേ? എല്ലാവരും ഇങ്ങനെ നിരന്തരം കേൾക്കുന്ന AI. നമ്മുടെ വാട്സപ്പിൽ പോലും AI വന്നല്ലോ അല്ലേ? വാട്സപ്പിൽ അതൊരു സ്വൈപ്പായിക്കണമെന്നാണ് പറയാം. നമ്മൾ ഈ സെർച്ച് ചെയ്യണോടത്തൊക്കെ വന്നപ്പോഴേ ആദ്യം തന്നെ അതെ കാണാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ എന്താണ് താങ്കൾ സ്പെഷ്യലൈസ് ചെയ്തത്? അതിൽ ലങ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡിറ്റക്ഷൻ CT സ്കാൻ ഇമേജ് ഉപയോഗിച്ച് അതിൽ കമ്പ്യൂട്ടർ വിഷൻ അപ്ലൈ ചെയ്ത് അത് ഘട്ടങ്ങളായി തിരിക്കുന്ന രൂപം ഞങ്ങളെ ഫീൽഡാണ്. മെഡിക്കൽ ലങ് ക്യാൻസറും AIയും തമ്മിലുള്ള റിലേഷൻ തമ്മിലാണ് കൊളാബറേഷൻ. നമ്മൾ പുറത്തായി. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് അദ്ദേഹത്തിന്റെ കുറച്ച് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാല്ലേ? അതെ. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഈ AI എന്ന് കേൾക്കുമ്പോഴേ, ഇപ്പോൾ അതൊരു പുതിയ മേഖലയാണ് എന്നതുകൊണ്ട് തന്നെ അതിലിങ്ങനെ കുറേ കോഴ്സ് സാധ്യതകൾ, പഠന സാധ്യതകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് പെട്ടെന്ന് ചാടി പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് അതിൻ്റെ ഒരു പുതിയ കാലത്തെ സ്കോപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഇതിലിപ്പോൾ ഇന്ന് എഞ്ചിനീയറിങ്ങിൻ്റെ പുതിയ മേഖല എന്നൊക്കെ പറഞ്ഞ് വഴികാട്ടിക്ക് നമ്മൾ വായിച്ചു. അപ്പോൾ പ്രത്യേകിച്ചും നമ്മളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മമാർ, രക്ഷിതാക്കൾ, അവർക്കൊക്കെ എന്താണ് കുട്ടികൾക്ക് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം എന്തായിരിക്കും? അതായത് പണ്ട് കാലങ്ങളിൽ കമ്പ്യൂട്ടർ വന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് പല ആൾക്കും പേടിയുണ്ടായിരുന്നത് ഇതെന്താവും, ഇത് അപകടമാവോ എന്നൊക്കെ ഉള്ളതായിരുന്നു. കുറേ പേരത് ഏറ്റെടുത്തു. അതിൽ ഒരുപാട് സാധ്യതകൾ വന്നു. കച്ചവടത്തിലാണെങ്കിലും നമ്മുടെ പഠനത്തിലാണെങ്കിലും ഒരുപാട് വന്നു. അതുപോലെ അതെ, ഇപ്പം AI വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ആളുകൾക്ക് അതിൽ ആകാംക്ഷയുണ്ട്. എന്നാൽ AI വന്നുകൊണ്ട് ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നില്ല. അത് ഒരുപാട് ആളുകൾക്ക് ജോലി പുതിയത് നൽകും. ഒരുപാട് മേഖലകളിൽ ആളുകൾക്ക് ജോലി എളുപ്പമാക്കും. അത് എഡ്യൂക്കേഷൻ ആണെങ്കിലും നമ്മുടെ പണി കിട്ടുമെന്ന് ഉറപ്പാണ്. അത് ഏത് പണിയാന്നുള്ളത് നമ്മൾ ആലോചിക്കണല്ലേ? അത് രണ്ട് രൂപത്തിൽ AI പറ്റി കേൾക്കാറുണ്ട്. നമുക്ക് പണി കിട്ടിയിട്ടും AI പറ്റിയിട്ടുള്ള കുറച്ച് വാർത്തകൾ കേട്ടിരുന്നു ഇടയ്ക്കില്ലേ? കുറെ യാന്ത്രികമായി ചെയ്യുന്ന കുറെ അല്ലെ, അങ്ങനത്തെ കുറെ ജോലികളെ റീപ്ലേസ് ചെയ്യുന്നൊക്കെ നമ്മൾ പുതിയ കുറെ ആൾക്ക് ജോലി കിട്ടുകയും ചെയ്യും, പഴയ കുറെ പേരുടെ ജോലി നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ എനിക്കിപ്പോഴും അതൊരു പോസിറ്റീവായിട്ടാണ് തോന്നാറുള്ളത്. കാരണം നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ജോലികൾ അതെന്ത് ചെയ്യും, 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി 5 മിനിറ്റ് കൊണ്ട് കഴിയും. അയാൾക്ക് ആ സമയം വേറെ നല്ല കാര്യത്തിന് ഉപയോഗിക്കാം.
യെസ്. അത്രയും നല്ല. നമ്മളിപ്പോൾ AI എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒരു സാധാരണക്കാർക്ക് ഒരു AI എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അതിൻ്റെ ഒരു ഫുൾ ഫോം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഒരു സാധാരണ ഭാഷയിൽ എങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാം? അതായത് നമ്മുടെ ഭൂമിയിലേക്ക് ജനിച്ചു വരുന്നൊരു കുട്ടിക്ക് പലപ്പോഴും ഒന്നും കരയാൻ മാത്രമേ അറിയുള്ളൂ. പക്ഷെ കുട്ടി ലോകത്തുനിന്ന് കണ്ടിങ്ങനെ പഠിക്കുകയാണ്, പഠിച്ച് തെറ്റുകൾ വന്ന് ആവർത്തിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നടക്കാനും ഓടാനും ചാടാനും സംസാരിക്കാനൊക്കെ പഠിക്കും. അതുപോലെ ഒരു കമ്പ്യൂട്ടർ എന്ത് ചെയ്യാണ്, അതിന് കുറേ സംഗതികൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക, കാണിച്ചു കൊടുത്ത്. അപ്പോൾ അത് മനുഷ്യന് പഠിക്കുന്ന പോലെ തന്നെ ഒരു മെഷീൻ എന്ത് ചെയ്യും, ഇങ്ങനെ പഠിച്ചെടുക്കും, എങ്ങനെ നടക്കണം, എങ്ങനെ സംസാരിക്കണം. അങ്ങനെ പഠിച്ചെടുക്കുന്നതിന് ശരിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്യുക, ബുദ്ധി നിർമ്മിത ബുദ്ധി എന്നുള്ളത്. അതെ. അപ്പോൾ ബുദ്ധി ഇങ്ങനെ അവർ സ്ഥിരം ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ കമ്പ്യൂട്ടർ റീഡ് ചെയ്ത് നമ്മൾ കൊടുത്ത് അതിന് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് അവർ മനസ്സിലാക്കി എടുക്കുക അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഫീൽഡിലേക്ക് വരുന്നൊരു പുതിയ കുട്ടിയെ നമുക്ക് തീർച്ചയായും പ്രൊമോട്ട് ചെയ്യാം അല്ലേ? പ്രൊമോട്ട് ചെയ്യാം. അതെ. അടുത്തൊരു ഭാവിയിലൊക്കെ വലിയ സാധ്യതകളുള്ള ഫീൽഡ് തന്നെയാണ് AI എന്നുള്ളത്. അല്ലെ, ഈ AI നമ്മൾ പറയുമ്പോൾ നേരത്തെ വാട്സപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാവരും ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു മേഖലയിലാണല്ലോ മൊത്തത്തിലുള്ളത്. ഇപ്പൊ നമ്മൾ തന്നെ പീസ് റേഡിയോ കേൾക്കുന്നത് വാട്സപ്പിലൂടെ പല മെസ്സേജും കാണും, പീസ് റേഡിയോയിലേക്ക് പോകും, ആപ്പ് കേൾക്കും. ഇപ്പൊ ഈ ആപ്പൊക്കെ ഉണ്ടാക്കുന്നതിലും ഒരു ടെക്നോളജി ഇങ്ങനെ വലുതായി വരാണല്ലോ. ഈ ടെക്നോളജിയുടെ നല്ല വശങ്ങൾ എല്ലാവർക്കും അറിയാം, അതിനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ടെക്നോളജി നമ്മളെ കുറച്ച് പ്രശ്നങ്ങളിലേക്കും എത്തിക്കുന്നില്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഫോൺ അഡിക്ഷൻ ഭയങ്കരമായൊരു വിഷയമാണല്ലോ ഒന്ന്. അപ്പോൾ അല്ല, അതിൽ വർക്കൗട്ട് ആവുന്നത് AI അല്ലേ എന്ന് വെച്ചാൽ അൽഗോരിതം കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി പറയാൻ പറ്റും? അതെ, അത് കൊമേഴ്ഷ്യൽ ആപ്പുകളെല്ലാം അവിടെ പ്രൊഡക്റ്റ് നമ്മളാണ്, നമ്മളെ സമയം ഉപയോഗിച്ചിട്ടാണ് അവർ വളരുന്നത്. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. അതെ. എപ്പോഴും പറയാറുണ്ട് അങ്ങനെ തന്നെ. നമ്മളൊരു സർവീസ് കിട്ടണമെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ആണ് അവിടെ ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ. അവർ AI ഉപയോഗിച്ചിട്ട് നമ്മളെ സമയം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, നമ്മൾ എന്ത് കാണുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, എന്ത് വാങ്ങിക്കും, എന്തൊക്കെ ചെയ്യും എന്നുള്ളത് വെച്ചിട്ട് ആ പരസ്യം നമുക്ക് അനുസരിച്ച് തരും. നമ്മളെ കൊണ്ട് പലതും ചെയ്യിക്കും. അവർ ശരിക്കും നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ്. അത് നമ്മൾ അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ സത്യമാണ്. ഇപ്പോൾ ആലോചിച്ചിട്ട് നമ്മൾ ഗൂഗിളിൽ ഒരു സാധനം ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വേണ്ടി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫേസ്ബുക്കിലൊക്കെ അതിന്റെ ആഡ് പരസ്യമൊക്കെ തന്നെ കാണാൻ പറ്റും. പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണല്ലേ, എന്തൊക്കെയോ ചില ബന്ധങ്ങളുള്ളിൽ ഉണ്ട് അല്ലേ? ശരിക്കും നമ്മൾ പറയുന്ന വോയിസ് പോലും ചില ആപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡിനോട് ഉപയോഗിക്കുന്നുണ്ട്, റീഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അല്ലേ നമുക്കത് ഓഫ് ചെയ്യാൻ പറ്റും. ശരിക്കും പുതിയ വരുന്ന ആപ്പുകൾ, പിന്നെ ഫോണുകളിൽ തന്നെ നമുക്ക് മൈക്ക് ഓഫ് ചെയ്തിടാൻ ഓപ്ഷൻ ഉണ്ട്. അത്തരം ഓപ്ഷൻസ് ഒന്ന് ഇപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് കേട്ടാൽ മനസ്സിലാവുന്ന രൂപത്തിൽ മൈക്ക് ആക്സസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ചില ഫോണുകളിലൊക്കെ ഉണ്ട്. ചില എല്ലാ ആപ്പുകൾക്കും അത് ശ്രദ്ധിക്കണം. അത് നമ്മൾ ടോട്ടലി ഓഫ് ആക്കിയിട്ടാൽ നമ്മൾ ആവശ്യ സമയത്ത് മാത്രം ഓൺ ആക്കിയാൽ മതി. സെറ്റിംഗ്സിൽ ചില ആപ്പുകൾക്കകത്തും ഓരോ ഓപ്ഷൻ ഉണ്ട്. പേഴ്സണലൈസ്ഡ് അഡ്വർടൈസിങ് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അധികം ആപ്പ്, കാരണം പോളിസികളുണ്ട് ഈ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇങ്ങനെയുള്ളതിനൊക്കെ. ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പോളിസി ഒന്നും വെച്ചില്ല, ഒക്കെ അഗ്രി എന്ന് കൊടുത്ത് നമുക്ക് പൊതുവെ ചിലപ്പോൾ യൂട്യൂബ് ഒക്കെ തുറന്ന് നമ്മൾ ആലോചിക്കും, നമ്മൾ അതിന്റെ സൈഡിൽ ആ 3 കുത്തുണ്ടല്ലോ, ആരെങ്കിലും അതൊക്കെ കുത്തി തുറന്നു നോക്കി സെറ്റിംഗ്സ് എടുത്തിട്ട് എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, ആരെങ്കിലും നോക്കാറുണ്ടോ? ഇല്ല. സുരക്ഷിതത്വം പരിഗണിച്ച് കുറച്ചൊക്കെ ഈ വിഷയങ്ങൾ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ റേഡിയോയിൽ വഴികാട്ടിയിൽ അല്ല, ഈ IT ജാലകത്തിലൊക്കെ ഇത്തരം ചില ടിപ്സ് ഒക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഉണ്ട്. അത് ശ്രോതാക്കൾക്ക് ഫോളോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ അഡിക്റ്റഡ് ആക്കാൻ വേണ്ടി ഇവരിങ്ങനെ ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കണ്ടന്റ് സെർച്ച് ചെയ്താലോ കണ്ടാലോ പിന്നെ അതന്നെ വീണ്ടും വീണ്ടും വരുന്നതൊക്കെ അല്ലേ, അത് ഇവരിങ്ങനെ റീഡ് ചെയ്ത് വെക്കുകയാണ്. ആരാണിത്? യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അവരും ഇതിലൊരു കച്ചവടം തന്നെയാണല്ലോ ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പോൾ അവർ ലക്ഷങ്ങൾ കോടികൾ ശമ്പളം കൊടുത്ത് ആളുകളെ വെക്കുന്നത് നമ്മളെ ബുദ്ധി റീഡ് ചെയ്ത് അൽഗോരിതം ഡിസൈൻ ചെയ്ത് നമ്മളെ ഇപ്പോൾ AI വെച്ചിട്ട് ഇങ്ങനെ പാറ്റേൺ അനലൈസ് ചെയ്യും. അയാൾക്ക് എന്താണ് ഇഷ്ടം, എന്തിലേക്ക് ചാടും, ഏത് സമയത്ത് എന്ത് കാണും. നിങ്ങൾ രാവിലെ അദ്കാറിൽ കേൾക്കുന്ന ആളാണെങ്കിൽ ആ ടൈം ആകുമ്പോൾ എന്ത് ചെയ്യും, അദ്കാറോട് പ്രത്യക്ഷപ്പെടും. സമയടക്കം ഇങ്ങനെ നല്ല കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ കുഴപ്പമില്ല അല്ലേ? പക്ഷെ അതിൻ്റെ ഒപ്പം വേറെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡാറ്റയാണ് അവർക്ക് വേണ്ടത് അല്ലേ, നമ്മളെക്കുറിച്ചുള്ള, നമ്മൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് ആവശ്യപ്പെടുന്നു എന്നുള്ള ഡാറ്റ. അതാണ് നമ്മളിൽ നിന്ന് അവർ ചോർത്തിയെടുക്കുന്ന സത്യത്തിൽ. അതാണ് എന്നിട്ട് ഇത്തരം പരസ്യങ്ങൾക്ക് അല്ലെങ്കിൽ കുത്തകകൾക്ക് കൊടുക്കുന്നത്. ഈ ഒരു തലമുറയിലെ ഏറ്റവും $1 ബില്യൺ അസറ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു. ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിലെ ഏറ്റവും ഉയർന്ന ഒരു നേതാവ് ആരും, അയാൾ എന്ത് ചിന്തിക്കുന്നു, അയാൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് സംസാരിക്കുന്നു എന്ന് വരെ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട് പലപ്പോഴും. അപ്പോൾ അത് അത്രയും വാല്യുബിളാണ്. അപ്പോൾ അത് സെക്യൂർ ചെയ്യാന്നുള്ളൊരു ഏരിയയും അത്രയും ഇമ്പോർട്ടൻ്റ് ആണത്. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഡീപ്പ് ഫേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്, എന്താണെന്ന് ശരിക്കും അറിയേണ്ടതുണ്ട്. ഫേക്ക് അതെ അത് നമ്മൾ ഒരുപാട് പിന്നെ ആളുകളുടെ വീഡിയോ
പിന്നെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരാളെ രൂപം കൊടുത്താൽ ജസ്റ്റ് ടെക്സ്റ്റ് കൊടുത്താൽ വരെ അത് ജനറേറ്റ് ചെയ്ത് വരും. അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ മനസ്സിലാവില്ല. ഇപ്പോൾ ഒരാൾ പിന്നെ സംസാരിക്കുന്ന ഒരു പ്രസംഗം, ഒരു നേതാവ് സംസാരിക്കുന്ന പ്രസംഗം വേറെ ആളുടെ ഫോട്ടോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം. അല്ലെങ്കിൽ അയാളുടെ സൗണ്ട് എടുത്ത് നമുക്ക് ഈയിടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു വീഡിയോ ഇതുപോലെ വന്നിരുന്നു, ട്രംപിന്റെ വീഡിയോ തോന്നുന്നു, ഡീപ് ഫേക്ക് ആയിട്ട് വന്നത് ഭയങ്കര വൈറലായിരുന്നല്ലോ. നമ്മുടെയൊക്കെ വരാമെന്നാണോ പറയുന്നത്? വരാം, തീർച്ചയായിട്ടും വരാം. നമ്മളോട് ദേഷ്യമുള്ള ഒരാൾക്ക് നമ്മളെ ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ അത് വെച്ച് വീഡിയോ ഒക്കെ ഉണ്ടാക്കാം. ഇപ്പൊ അത് വളർച്ചഘട്ടത്തിലാണ്. 1-2 വർഷം കഴിയുമ്പോൾ ഇതിന്റെ ഭയങ്കരമായ അവസ്ഥയിലെത്തും. ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയില്ല. അത്ര അവസ്ഥയിൽ എന്ത് ചെയ്യും, ഓഡിയോയും അതിന്റെ വീഡിയോയും ക്ലാരിറ്റിയും കറക്റ്റായിട്ട് വരും. പ്രത്യേകിച്ച് നമ്മളെ കണ്ടറിട്ടാൻ വല്ല പണിയുണ്ടോ? നമ്മൾ ഡെയിലി നമ്മുടേതായ ഫോട്ടോസ് വീഡിയോസ് ഇതൊക്കെ ആളുകളും ഇങ്ങനെ ഇൻസ്റ്റയിലെ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതെ, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പുതിയ ട്രെൻഡാണല്ലോ സ്വന്തം ഫോട്ടോ അങ്ങനെ മിനിറ്റിന് അപ്ലോഡ് ചെയ്യുക, സ്റ്റോറി ആക്കുക എന്നുള്ളൊരു പുതിയ തലമുറയുടെ ട്രെൻഡ്. അത് പലപ്പോഴും അപകടങ്ങൾ കാണുമ്പോഴാണ് ആൾക്കാരെ കണ്ണ് തുറക്കുക. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുന്നുണ്ട്. പല ആത്മഹത്യകളുടെ റിപ്പോർട്ടൊക്കെ പത്രത്തിൽ കാണാറുണ്ടല്ലോ ഇതേ വിഷയത്തില്. അതിനെക്കുറിച്ച് അവയർനെസ് ആളുകൾക്ക് നല്ലോണം വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ മെയിൻ. വേറൊരു കാര്യം ചോദിക്കട്ടെ, പിന്നെ താങ്കളൊരു IT ഫീൽഡിലാണല്ലോ ഉള്ളത്, എന്തായാലും അധ്യാപനത്തിലാണ് അല്ലേ, ഒരു പ്രൊഫസറാണ്, എന്തായാലും IT ആണല്ലോ താങ്കളുടെ ഫീൽഡ്. പൊതുവെ IT-ക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഭയങ്കര സ്ട്രെസ്സാണ് അവർക്കെന്ന് പറഞ്ഞേക്കാം. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു ഡോക്ടറാണ്, അതുകൊണ്ട് മനുഷ്യരുമായിട്ടാണ് നമ്മളെ ബന്ധം ഉണ്ടാവുക. പക്ഷെ IT-ക്കാർ ഒരു കമ്പ്യൂട്ടറായിട്ടാണല്ലോ ബന്ധമുള്ളത്. അപ്പോൾ മനുഷ്യരുമായിട്ടുള്ള ബന്ധമൊക്കെ മാറി നിന്ന് അവർ ഫുൾ ടൈം ഇതുമായി കണ്ട് കണ്ണിനും സ്ട്രെയിന്, ഇരിക്കുന്ന ബുദ്ധിമുട്ട്, നടുവേദന, അതുപോലെ മെൻ്റലി സ്ട്രെസ്, ഇതൊക്കെ കേൾക്കാറുണ്ട്. ശരിക്കും യാഥാർത്ഥ്യമാണോ? ഒരു പരിധിവരെ യാഥാർത്ഥ്യമാണ്. എസ്പെഷ്യലി തുടക്കക്കാരായ ആൾക്കാർക്ക്. അവർ അത്ര വലിയ കമ്പനിയിലാവില്ല. വലിയ കമ്പനികൾക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ പോളിസികളുണ്ട്. റിലാക്സ് ആവണം, ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. സ്റ്റാർട്ടിംഗ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് മണിക്കൂറുകൾ വർക്ക് ചെയ്യും. സ്റ്റാർട്ടപ്പ് പ്രൊജക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രെയിൻ കൊടുത്തിട്ട് മാസങ്ങളോളം വർഷങ്ങളോളം വർക്ക് ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര പ്രയാസം തന്നെയാണ് പൊതുവെ ഉള്ളത്. ഒരു 20-20-20 റൂൾ പറയാറുണ്ട് മെഡിക്കൽ ഫീൽഡിൽ. അതായത് 20 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളൊരു IT ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ തുടർച്ചയായി കമ്പ്യൂട്ടർ നോക്കുന്ന ആളായിരിക്കും അവർ. 20 മിനിറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക് എടുക്കൽ നിർബന്ധമാണ്. ആ ബ്രേക്ക് എടുത്തിട്ട് ഈ കണ്ണിനെ സ്ട്രെയിൻ കുറയാനാണ് പറയുന്നത്. 20 അടി അപ്പുറത്തുള്ള ഒരു സംഗതി നിങ്ങൾ 20 സെക്കൻഡെങ്കിലും തുടർച്ചയായി നോക്കണം എന്നാണ് പറയുന്നത്. അതാണ് 20-20. അല്ല, ഇത് നമുക്കും ബാധകമാണ്. മീൻസ് അല്ലേ, സാധാരണക്കാരെ ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മളൊക്കെ സ്ക്രീനിലേക്ക് എത്ര മണിക്കൂറുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ കാണുന്നില്ല റീൽസൊക്കെ. അപ്പോൾ ഒരു 20 മിനിറ്റിലൊക്കെ അധികം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊരു വിഷയമാണ്. അത് വേറെ വിഷയമാണ്. അത് 20 മിനിറ്റും ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും ഈ ദീനുള്ള ആൾക്കാർ, ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കളെ പോലുള്ളവരൊക്കെ ഇതിൻ്റെയൊക്കെ ഇടയിൽ എത്ര സ്ട്രെസ്സുള്ള വർക്കാണെങ്കിൽ അതിൽ ഖുർആൻ കേൾക്കാനും ദീന് പഠിക്കാനും ഒക്കെ സമയം കണ്ടെത്തുന്നവർക്ക് എന്ത് ചെയ്യും, അതിൽ ഭയങ്കര റിലാക്സ് കിട്ടും. നമ്മളിപ്പോൾ രാവിലെ പറഞ്ഞ അദ്കാറ് ചൊല്ലുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കുളിർമ ഉണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇവിടെ ഒരു ഇതിനിടയ്ക്കൊരു ഫീഡ്ബാക്ക് വന്നത്, ഒരു ശ്രോതാവ്, അൽഹംദുലില്ലാ എൻ്റെ മകൻ അതിനാണ് പഠിക്കുന്നതെന്ന് ഒരു ബന്ധപ്പെട്ട ഫീൽഡായിരിക്കും. അതായിരിക്കാം. അതിൽ പറയാനുള്ളത്, രക്ഷിതാക്കൾക്കും ഇതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. മക്കളെ ഏത് റൂട്ടിലേക്ക് കൊണ്ടുപോകണം, അവർ പോകുന്ന റൂട്ട് കറക്റ്റാണോ? കാരണം ഇതിൽ വേണ്ടാത്ത ഉപയോഗം വരും ടെക്നോളജി ആകുമ്പോൾ. അത് ഹലാലാണെന്നുള്ളത് രക്ഷിതാക്കളും മക്കളും എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. പലപ്പോഴും പീസ് റേഡിയോ നമുക്ക് വലിയൊരു ഓപ്ഷൻ ആണല്ലേ. ഈ പീസ് റേഡിയോയുടെ IT ഡെസ്ക് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് നമ്മളെ പുതിയ കുട്ടികൾ തന്നെയാണല്ലോ, വളർന്നു വരുന്ന പുതിയ കുട്ടികളാണ്. അപ്പോൾ ഇത്തരം സ്കില്ലുകൾ ഉള്ളവർക്ക് എല്ലാവരും അത്തരം റോങ് മേഖലകളിലേക്ക് പോകുന്ന നമ്മൾ പറയേണ്ടത്. ഇത്തരം നല്ല ഇസ്ലാമിക ദഅവ രംഗത്തും ഒക്കെ ഇത്തരം സാധ്യതകൾ തുറന്നു കിടക്കുകയാണ്, പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ അപ്പോൾ നേരത്തെ പറഞ്ഞു വന്നല്ലോ, നമ്മളുടെ ഒരു പേഴ്സണൽ ഡാറ്റയും കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളൊരു വിഷയം. ഈ ഒരു ഇൻ്റർനെറ്റ് സെക്യൂരിറ്റിയെ പറ്റി നമ്മളൊരു കാലഘട്ടത്തിൽ വല്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊരു പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതിൽ മെയിനായിട്ട് വരുന്ന ഒരു നമ്മളെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നിടത്താണ്. നമ്മളെ മെയില് നമുക്ക് തോന്നുന്നത് അപ്പോൾ നമ്മളത്ര മെയിലിൽ ഇപ്പോൾ പാസ്വേഡ് ഇപ്പോൾ എന്താ പ്രശ്നമുള്ളതെന്നുള്ളത് ചെറിയൊരു ABCD എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കും. അല്ല, എല്ലാവരും 1 2 3 4 5 6 7 8 ആണല്ലോ കൊടുക്കുക. അതെ, ഈവൻ വൈഫൈൻ്റെ പാസ്വേഡ് പോലെ അങ്ങനെയാണ് കൊടുക്കുക. അത് കുറച്ച് വലിയ അക്ഷരം ചെറിയ അക്ഷരമൊക്കെ കൂട്ടി അതിൽ കുറച്ച് സിമ്പിൾസൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, വെക്കണം. അത് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അതല്ലെങ്കിൽ ലോകത്ത് എവിടുന്നും എന്ത് ചെയ്യാം, നമ്മുടെ മെയിൽ തുറക്കാം ഒരാൾക്ക്, അതിൽ നിന്ന് വേറെ ആൾക്ക് സന്ദേശം അയക്കാം. അതുവഴി നമ്മൾ വാട്സപ്പ് എടുക്കാം, നമ്മൾ പല സംഗതികൾ എന്ത് ചെയ്യാം, നമ്മുടെ മൊബൈലിലെ പലതും മെയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പം അതിലൊക്കെ ഒരുപാട് ദുരുപയോഗങ്ങൾ വരാൻ സാധ്യത. പാസ്വേഡ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട വിഷയം. സ്ട്രോങ് ആക്കണം. സ്ട്രോങ് ആക്കണം.
പിന്നെ നമ്മൾ അധികം ഇപ്പോൾ OTP വെച്ചിട്ട് കണക്റ്റഡ് ആയിരിക്കും. അത് നമ്മൾ നിർബന്ധമായിട്ട് ഓൺ ചെയ്ത് വെക്കണം, ഏത് ആപ്പാണെങ്കിലും. അവിടെയാണ് ഈ ഒരുപാട് ചതിക്കുഴികൾ വരുന്നത്. വിളിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിങ്ങൾ OTP ഒന്ന് അയച്ചാരെന്നൊക്കെ പറഞ്ഞല്ലേ. ആരങ്ങനെ ചോദിച്ചാലും OTP കൊടുക്കരുതല്ലേ. അതെ അതെ അതെ. പല ബാങ്കിൽ നിന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. ഫിഷിംഗ് എന്ന് പറയുന്ന ടേം ഉണ്ട്. ഫിഷിംഗ് എന്ന് പറയും. ഫിഷിംഗ് അതായത് ഒരു ഫിഷിംഗ് ആണോ? അല്ല, ഫിഷിംഗ്. അപ്പം അതിൽ നമുക്ക് ബാങ്ക് ലിങ്ക് അയച്ചെന്ന ലിങ്ക് തുറന്നാൽ ബാങ്കിന് അതേ സൈറ്റ് ആയിരിക്കും, അതേ ആപ്പായിരിക്കും. നമ്മളതിൽ പാസ്വേഡൊക്കെ കൊടുത്ത് നമ്മൾ അയച്ചെന്ത് ചെയ്യും, പാസ്വേഡ് ഒരു എടുത്ത് പോയിട്ടുണ്ടാവും, എന്നിട്ട് ഒരു വേണ്ടത് ചെയ്യും. എങ്ങനെയൊക്കെയാണോ ചൂഷണം ചെയ്യാൻ പറ്റുക മേഖലയൊക്കെ നമ്മൾ അറിഞ്ഞാൽ മതി. നമ്മളെപ്പോഴും ഏത് സൈറ്റ് തുറന്നാലും അതിൻ്റെ ലിങ്ക് നോക്കണം, കറക്റ്റ് അതിൻ്റെ ഒഫീഷ്യൽ തന്നെയാണോ നോക്കിയാൽ മതി. അല്ലെങ്കിൽ അത് അറിയാവുന്നവരോട് ചോദിച്ചിട്ട് ചെയ്യാം, സംശയം ഉണ്ടെങ്കിൽ. അത്രേ ഉള്ളൂ. പ്രത്യേകിച്ചും ഇത് കേൾക്കുന്ന പ്രായമായ ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ബാങ്കിൽ നിന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകുമല്ലോ. അങ്ങനെ ആര് വിളിച്ചാലും OTP പറഞ്ഞു കൊടുക്കരുത്. നമ്മുടേതായ രഹസ്യമായ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അങ്ങനെ തന്നെ സൂക്ഷിക്കാൻ. പാസ്വേഡൊക്കെ ചോദിക്കും സാധാരണക്കാരെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പാസ്വേഡ് ഒന്ന് പറഞ്ഞു തരുന്നിട്ട് അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഒഫീഷ്യലായിട്ടൊക്കെ വിളിച്ച്. നമ്മളെ റിലേറ്റീവ് ഉണ്ടായിരുന്നു, അത് അദ്ദേഹം കംപ്ലൈന്റ് എടുത്തു. പക്ഷെ അവർ പറഞ്ഞ ഒരു കാര്യമില്ല, കാരണം അവരങ്ങനെ എന്താ പറയുക കവർ ചെയ്തിട്ടാണ്, പുറത്ത് അറിയാൻ പറ്റാത്ത രൂപത്തിലാണ് എന്ത് ചെയ്യുക അവരത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അപ്പോൾ പോലീസിനെ കണ്ടുപിടിക്കാനുള്ള പണിയാണത്. പിന്നെ ഇതൊക്കെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും അല്ലേ പല ആളുകളും. ഓക്കെ. അപ്പോൾ ഏതായാലും അത്തരം രംഗങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ സൂക്ഷ്മത ജാഗ്രത പാലിക്കുക. നമ്മൾ പഠിച്ച് കാര്യങ്ങൾ പൊതുവെ ഒരു ബോധം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് അതിനൊരു പരിഹാരം. യെസ്. പിന്നെ പൊതുവെ ഈ ഫോൺ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ സംഗതിയാണ്. പൊതുവെ ഇത്തരം അനാവശ്യങ്ങൾക്കും അശ്ലീലതകൾക്കും ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡ് പൊതുവെ കാണാറുണ്ട്. മറ്റ് അശ്ലീലമായ കാഴ്ചകൾ കാണാനൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, അത്തരം സൈറ്റുകളിലേക്ക് പോവുക, ഇതൊക്കെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളിൽ കണ്ടുവരുന്ന വിഷയങ്ങളാണ്. അതും ശരിക്കും ഒരു പുതിയ AI ഫീൽഡുമായി ബന്ധമുണ്ടോ? അതിനിയും കൂടി വരുള്ളൂ, എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? അതെ, നമ്മൾ നന്മക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നന്മയാണ് പ്രൊമോട്ട് ചെയ്യുള്ളൂ. തിന്മയുടെ ചെറിയ വശം നമ്മളടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, പല വഴിക്കും അവരത് തിന്മകളിലേക്ക് കൊണ്ടുവരും. ഒരു തവണ അത്തരം കാര്യങ്ങളിലേക്ക് കയറി കഴിഞ്ഞാൽ അതെ, അത് നമ്മൾ സെർച്ച് ചെയ്യുന്നതും കണ്ടതും നമ്മളെ മാത്രമല്ല ബാധിക്കും, നമ്മളെ കുട്ടികളടക്കം ബാധിക്കും. നമ്മളെ കുട്ടികളെ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൽ വരുന്ന പരസ്യങ്ങളും സംഗതികളൊക്കെ അതുമായി ബന്ധപ്പെട്ടത് വരും. വളരെ ഡേഞ്ചറാണ്. അല്ല, വ്യക്തി എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ ഡേഞ്ചറാണ്. ഒരു വേള അതിനേക്കാൾ ഡേഞ്ചറായിട്ട് നമുക്ക് നേരത്തെ പ്രിക്കോഷൻ ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? നമ്മൾ ഇത്തരം സംഗതികളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ. യൂട്യൂബിൽ ഒരു പാരന്റൽ കൺട്രോൾ ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അതായത് പാരന്റ്സ് തന്നെ കുട്ടികൾ അങ്ങനെ കാര്യങ്ങളിലേക്ക് പോവാതിരിക്കാൻ ബ്ലോക്ക് ചെയ്യാനൊക്കെ പറ്റും. കഴിയുന്നതും കുട്ടികൾക്ക് വലിയ വലിയ IT കമ്പനികളുടെ മുതലാളി വരെ എന്ത് ചെയ്യുന്നില്ല, കുട്ടികൾക്ക് ഒരു ഫോൺ കൊടുക്കുന്നില്ല. മുമ്പ് അങ്ങനെ വാർത്ത സ്വന്തമായിട്ട് ഒരിക്കലും കുട്ടികൾക്ക് നമ്മൾ ഫോൺ കൊടുക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഏർലി സ്റ്റേജിലൊക്കെ അല്ലേ. ഈ 2 വയസ്സും 3 വയസ്സും ഇപ്പോൾ എല്ലാവർക്കും ഫോൺ കൊടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ അവർ അടക്കിയിരുത്തുന്നൊക്കെ. അതൊക്കെ നമ്മളെ കുട്ടികളെ നശിപ്പിക്കുന്ന ഒരു ഭയങ്കര ഒരവസ്ഥയാണത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ചോദിച്ചിട്ടുള്ള +2 കഴിഞ്ഞവർക്ക് പഠിക്കാമോ AI എന്ന് ഹിബ എന്നുള്ളൊരു കുട്ടിയാണോ ഉമ്മയാണോ എന്നറിയില്ല, അവർ ചോദിച്ചിട്ടുണ്ട്. +2 കഴിഞ്ഞവർക്ക് പഠിക്കാം, പക്ഷെ അതിൻ്റെ കൂടെ ഒരു ഡിഗ്രി എന്ത് ചെയ്യണം, വേണം. ഡിഗ്രിയോ എഞ്ചിനീയറിങ്ങോ ഏതെങ്കിലും വേണം, അതിൻ്റെ കൂടെ പഠിച്ചു പോകാം. അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു സ്റ്റേജ് വരെ നമുക്ക് എത്താൻ പറ്റും, ഒരു ചെറിയ ജോലി കിട്ടും. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് വളരണമെങ്കിൽ എന്തായാലും ഒരു ബേസിക് ഡിഗ്രി വേണം. എന്താണ് കോഴ്സ്? അത് ഏത് ഡിഗ്രി ആയിരിക്കും ബെറ്റർ? ഡിഗ്രി സാധാ ഡിഗ്രി എടുക്കുന്നവർക്ക് BCA MCA അങ്ങനെ പോവാം. അല്ല, ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കോഴ്സാണ് AI പഠിക്കാൻ വേണ്ടി എടുക്കേണ്ടത്? AI എന്നാണോ കോഴ്സിന്റെ പേര്? ഇപ്പം BCAൻ്റെ അകത്ത് തന്നെ ഇൻ്റഗ്രേറ്റഡ് AI ഒക്കെ പലരും കൊടുക്കുന്നുണ്ട്, ഒരു 6 മന്ത് കോഴ്സായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗിൽ തന്നെ ഇപ്പം BTech കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സയൻസ് പറയുന്നുണ്ട്, മെഷീൻ ലേണിംഗ് ഡാറ്റാ സയൻസ് വരുന്നുണ്ട്. അപ്പം കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റികളൊക്കെ AI എന്നുള്ള ആ പേര് നല്ലോണം വന്നുകൊണ്ട് എന്ത് ചെയ്യണം, ആ പേരിൽ തന്നെ കുറേ കൊടുക്കുന്നുണ്ട്. മുമ്പ് ഞാൻ കേട്ടൊരു കമൻറ്റ്, ഇതുപോലത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ UG ഒക്കെ പ്രത്യേകിച്ച് വളരെ നാരോ ആയിട്ടുള്ള മേഖലയിലേക്ക് ഒറ്റയടിക്ക് പോകാതെ UG എപ്പോഴും ഒരു കോമൺ ഡിഗ്രി, അതെ UG, ആ ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി എപ്പോഴും ഒരു കോമൺ ഏരിയയിൽ എടുക്കുകയായിരിക്കും. പിന്നീട് സ്പെഷ്യലൈസേഷൻ ആയിരിക്കും ഇത്തരം നാരോ മേഖലകളിലേക്ക് പോകുക. എഞ്ചിനീയറിംഗ് അങ്ങനെ തന്നെയാണ് ആൾക്കാർ, അതിനെക്കുറിച്ച് അറിയുന്നവർ അതിൻ്റെ കോർ ഏരിയ എടുക്കുള്ളൂ, കമ്പ്യൂട്ടർ സയൻസ് IT. പിന്നെ അതിൻ്റെ കൂടെ ബാക്കിയുള്ളത് എന്ത് ചെയ്യും, നമുക്ക് ഏത് മേഖലയ്ക്കും തിരിയാം. പക്ഷേ AI മാത്രം സ്പെഷ്യലൈസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ പിന്നെ അതിന് ബ്രേക്ക് ചെയ്ത് എന്നൊക്കെ പറഞ്ഞൊരു പ്രയാസം ഉണ്ടാവും. വേറെ ഒന്ന് ചോദിക്കട്ടെ, പിന്നെ ഷാനിദ്ക്ക് അപ്പോൾ PhD എടുത്തിട്ടുള്ളത്
ലങ് ക്യാൻസറിന്റെ ഡിറ്റക്ട് ചെയ്യാനുള്ള എന്തൊക്കെ സംഗതിയാണ് അല്ലേ, അതൊന്ന് വിശദമാക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ ലങ് ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒരു വിഷയം എടുക്കാനുള്ള കാരണം എന്താ അതിന്റെ പിന്നിലുള്ള? അതായത് നമ്മളെപ്പോഴും ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആണല്ലോ വരിക, അതെ, എടുക്കേണ്ടി വരും എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ. അപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്നൊരു വലിയ മേഖലയാണ് ക്യാൻസർ. പല ഞാൻ വായിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം പുരുഷന്മാരിൽ കാണുന്ന ക്യാൻസർ ലങ് ക്യാൻസർ ആണ്. ശ്വാസകോശ അർബുദമാണ് ഏറ്റവും അധികം ഉള്ളത്. സ്ത്രീകളിലാണ് ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് കുറേ ഡാറ്റ കിട്ടാനുണ്ട്. അതിൽ നമ്മൾ ഒരു ചെറിയ ഇമ്പാക്റ്റ്, ഒരു ചെറിയ പരിഹാരം നിർദ്ദേശിച്ചാലും അത്ര വലിയൊരു ആളുകൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ അത് ഏറ്റവും നേരത്തെ കണ്ടെത്തുന്നോ അത്രയും നല്ലത്. ഇപ്പോൾ ഡോക്ടർ മാറ്റി വെക്കാനല്ല, ഡോക്ടർക്ക് ഒരു സഹായമാവാനാണ്. അപ്പോൾ ഒരു റേഡിയോളജി റിപ്പോർട്ട് അടിവരേണ്ട ഒരു വാചകമാണ് അത്. ഈ ടെക്നോളജി ഒക്കെ വരുന്നത് ഡോക്ടർമാരെ മാറ്റി നിർത്താനല്ല, അവർക്ക് സഹായകമാവാനാണ്. ഞങ്ങളെ പണി കളയരുത്, അത് സ്വന്തം പണി പോകുന്നു തോന്നിയപ്പോ ആഡ് ചെയ്താണ്. അതിപ്പം സാധാരണ ഇപ്പോൾ ഒരു ഡോക്ടർക്ക് ഇത്ര പേഷ്യൻസിനെ ഒരു ദിവസം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ AI ടെക്നോളജി അവരുടെ കൂടെ സഹായത്തിന് വന്നാൽ അവർക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ 4 ഇരട്ടിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, രോഗികളെ കൺസൾട്ട് ചെയ്യാം. ചൈനയിൽ ഒരു AI ആശുപത്രി തുറന്നു കഴിഞ്ഞ മാസം എന്തോ റോബോട്ടുകളെ കൊണ്ട് ഒരു ആശുപത്രിയിൽ വായിച്ചിരുന്നു. ഇത് എടുക്കാൻ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? ഈ ലങ് ക്യാൻസർ എന്നുള്ളത് സ്പെഷ്യലൈസ് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരെങ്കിലും കണ്ടിരുന്നോ നിങ്ങൾ? പല ആളുകളും നമ്മളെ അനുഭവത്തിലുണ്ട് ക്യാൻസർ രോഗികൾ. ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ആരിലേക്കും ഓർമ്മ വരുന്നുണ്ടോ നമ്മുടെ കുടുംബത്തിൽ ശ്വാസകോശ സംബന്ധമായ ക്യാൻസർ? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പുകവലിയാണ്. പുകവലി ഉള്ളതുകൊണ്ട് തന്നെ അത്തരം ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് ഇപ്പോൾ കുറേ ആലോചിച്ച് സങ്കടപ്പെട്ട് കാര്യമൊന്നുമില്ല, എത്രയും നേരത്തെ നിർത്തുക എന്നുള്ളേ പരിഹാരമുള്ളൂ അല്ലേ? എൻ്റെ ആഗ്രഹം ശരിക്കും പറഞ്ഞിരുന്നത് നമ്മളൊരു സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് രോഗം മാക്സിമം അത്ര എടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മളെ പ്രൊഫസർമാർ അത്ര നിനക്ക് കഴിയില്ല, PhD ഒരു ചെറിയ ഏരിയയും സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ പോയാൽ മതി. PhD കഴിഞ്ഞും പഠിക്കാമല്ലോ അല്ലേ? അതെ അതെ. എന്തായാലും താങ്കളുടെ റിസർച്ച് ഇത്തരം ഒരു വെറൈറ്റി ഫീൽഡാന്നുള്ളത് ഒരു മാതൃകയാണ് ശരിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം എടുത്ത് PhD എടുക്കാന്നുള്ളതിൽ അപ്പുറം ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്ന ഒരു സംഗതി ആവണം എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഏതായാലും ആ ആഗ്രഹം ഒന്ന് ഡെവലപ്പ് ചെയ്യാം. അപ്പം നമ്മളെ കുട്ടികളൊക്കെ പലപ്പോഴും ചെയ്യുന്ന പ്രൊജക്റ്റുകളൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യും. ഇപ്പം കണ്ണിൻ്റെ റെറ്റിന സ്കാൻ എടുത്തിട്ട് ഡയബറ്റിക്, അതുപോലെ അതിന്റെ പാറ്റേൺ അധികം കിഡ്നി ആയിട്ട് റിലേറ്റഡ് ആണ്. കിഡ്നി ഡിസീസ്, ഷുഗർ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് കണ്ണിനെ ബാധിക്കുമല്ലോ. അത് പെട്ടെന്ന് നേരത്തെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, വേണ്ട ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കിഡ്നി ക്യാമ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ നമുക്കത് യൂസ് ചെയ്യുന്ന രൂപത്തിൽ സിസ്റ്റം യൂത്തിന്റെ കീഴിൽ തന്നെ പലയിടത്തും കിഡ്നി ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഈ കിഡ്നി വേറെ വിഷയമാണ്, ഞാനൊരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്നില്ല. അപ്പോൾ കിഡ്നി സംബന്ധമായ അസുഖങ്ങളൊക്കെ എത്ര നേരത്തെ നമ്മൾ കണ്ടെത്തുന്നോ അത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. മൂർച്ഛിക്കും തോറും നമുക്ക് അതിൻ്റെ പരിഹാരത്തിലേക്ക് പോവാതെ ആ ഉള്ള പ്രശ്നത്തിനൊന്നും അങ്ങനെ പരിഹരിക്കാനുള്ളൊരു അവസ്ഥ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനൊക്കെ ഏർലി ഡിറ്റക്ഷൻ അല്ലേ, ഈ ഒരു ടെക്നോളജി സാധ്യതകൾ അല്ലെ കൂടുതൽ ഉപകരിക്കുമെന്നുള്ളതാണ് പറഞ്ഞത്. സാധാരണക്കാർക്ക് ഉപയോഗിക്കുന്ന ഒരു ChatGPT ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ശരിക്കും നമ്മളെ ഡേറ്റ് വരെ എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയെന്ന് കൊടുത്താൽ എനിക്ക് ഇന്ന ഡെയിലി ഇന്ന അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു പരിധി വരെ സജഷനൊക്കെ തരും. അപ്പോൾ അത് ഒരുപാട് മേഖല ഉപയോഗിക്കാൻ പറ്റിയ സംഗതിയാണ്. അതിൻ്റെ വലിയൊരു സാധാരണക്കാർ ChatGPT ഒന്ന് പറയണമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ എല്ലാവരും ഒരു സുപരിചിതമായി കുറെ ആളുകൾക്കൊക്കെ, പക്ഷെ സാധാരണക്കാർ അത്ര യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ChatGPT ഒന്ന് എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും? ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും. ചെറിയ ഓഫീസ് വർക്കുകൾ, റിപ്പോർട്ട് ഉണ്ടാക്കാൻ, ഒരു മെയിൽ ഉണ്ടാക്കാൻ, നമ്മുടെ എഴുതിയിൽ തെറ്റുകളുണ്ടെങ്കിൽ, ഇതുപോലെ പവർ പോയിന്റ് പ്രസൻറ്റേഷന്, നമ്മളൊക്കെ വലിയ നോട്ട് ഉണ്ടാക്കാൻ, അങ്ങനെ ഒരുപാട് സംഗതികൾക്ക്. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിങ് ചെയ്യുമ്പോൾ വരെ ഇന്ന സംഗതി വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, മൂപ്പരാണ് ഉണ്ടാക്കി തരും. പിന്നെ നമ്മളൊന്ന് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എന്താ എവിടെ ChatGPT കിട്ടിയ? ഞാൻ വളരെ സാധാരണക്കാർക്ക് വേണ്ടി ചോദിക്കുകയാണ്. ChatGPT എവിടെ, എങ്ങനെ, എന്താണ് ചെയ്യേണ്ടത്? അത് ഗൂഗിളിൽ കയറിയിട്ട് ChatGPT സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, chatgpt.com ഉണ്ട്. അതിൽ ജസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യാതെയും ചെയ്യാം. നമ്മൾ സാധാരണ ഓപ്പൺ AI ഇപ്പം അതിൻ്റെ ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ജസ്റ്റ് ലിസണിങ് തന്നെ കൊടുത്ത് നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. ഒരാളോട് സംസാരിക്കുന്ന പോലെ അവരിങ്ങനെ ഇംഗ്ലീഷിലപ്പോൾ ഉള്ളത്, മലയാളത്തിലും അറബിയിലും ഇപ്പോൾ അതുണ്ട്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ റെഡിയാക്കും ചെയ്യില്ല അങ്ങനെ. അതെ അതെ. ഇപ്പോൾ അറബിയിലൊക്കെ നമ്മൾ ഖുറാൻ്റെ ഇന്ന വാക്കുകൾ പറഞ്ഞാൽ അത് 100% നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റില്ല, ഒന്ന് ചെക്ക് ചെയ്യണം. പക്ഷെ ഒരുപാട് അതിൻ്റെ മലയാളത്തിലും അറബിയിലും ഇംഗ്ലീഷിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത ലാംഗ്വേജിൽ ഇപ്പോൾ നന്നായി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാറി മാറി വരും ഒരുപാട് സംഗതിയിൽ. മലയാളത്തിൽ വന്നാൽ തന്നെ ശരിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളെ മലയാളം എന്ന് വെച്ചാൽ ഒരു സാധാരണ മലയാളമാണല്ലോ, കാസർഗോഡ് മുതൽ വ്യത്യസ്ത ലാംഗ്വേജ് വരുന്നതുകൊണ്ട്. അൽഹംദുലില്ലാ. ഇവിടെ ഒരു സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലെങ്കിൽ ഉമ്മു സൈനബ് എന്ന് പറയുന്ന ഒരു ശ്രോതാവ്, യൂട്യൂബ് ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. എന്താണ് ക്ലിയർ ആയിട്ടില്ല, എന്താണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ചോദിച്ചിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ ഡോക്ടർ ഷാബാസ് യൂട്യൂബിൽ സെറ്റിംഗ്സിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ കഴിയുമല്ലോ, പാരന്റൽ കൺട്രോൾ സെറ്റിംഗ്സിൽ കാണാൻ പറ്റും. അതിലൊരു ഓപ്ഷൻസ് നമ്മൾ തിരഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഈ പൊതുവേ യൂട്യൂബിൽ കുട്ടികൾ നമ്മൾ കാണിച്ചു കൊടുക്കുക എന്താണ് കുട്ടികൾക്ക്
കാർട്ടൂൺ ആയിരിക്കും. അതിൽ ഏതൊക്കെ കാർട്ടൂൺ ഉണ്ടാവുന്നോ അത് കുട്ടികൾക്ക് എന്തൊക്കെ മെസ്സേജാണ് കൊടുക്കുമെന്ന് ആരും ആലോചിക്കാറില്ല. നമുക്ക് തന്നെ നിശ്ചയിക്കാൻ പറ്റും. കാർട്ടൂൺ കുട്ടി നിർബന്ധമായിട്ടും കാർട്ടൂൺ കാണുന്നുണ്ടെങ്കിൽ അത് പതുക്കെ കുറയ്ക്കാനും, നല്ല കാർട്ടൂൺ ആദ്യം കാണിക്കാം, അത് നിർത്തി അത് ഒഴിവാക്കുക. മറ്റ് പല മേഖലയും കുട്ടികൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ശരിക്ക് ഇത്തരത്തിൽ യൂട്യൂബിന് ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ യൂട്യൂബിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുണ്ടെങ്കിൽ യൂട്യൂബ് അത് പതുക്കെ കുറയ്ക്കുക എന്നുള്ളതിൻ്റെ പരിഹാരം. എന്നിട്ട് മറ്റ് ഫീൽഡിലേക്ക് കുട്ടികളുടെ ശ്രദ്ധയെയും താല്പര്യത്തെയും കൊണ്ടുപോകുക അല്ലേ. ഇപ്പോൾ അവർ ചോദിച്ചാൽ ലോക്കായിരിക്കും. ലോക്ക് നമുക്ക് യൂട്യൂബ് ഇൻബിൽട്ടായിട്ട് കണ്ടിട്ടില്ല. നമുക്ക് പുറത്ത് വേറെ ആപ്പ് യൂസ് ചെയ്ത് ലോക്ക് ചെയ്യാം. ചിലർ ഫോണിൽ തന്നെ ഓപ്ഷൻ ഉണ്ടാവും ഏത് ആപ്പ് ലോക്ക് ചെയ്യാനുള്ളത്. അത് ആ ഫോണിൻ്റെ കോൺഫിഗറേഷൻ ഒക്കെ ചെയ്യണം. ഓക്കെ, ഒരു ഫീഡ്ബാക്ക് കൂടി ഉണ്ട്. അതെ, സുലൈഖ ഹമീദ് പറവൂരിൽ നിന്നാണ്. എൻ്റെ ഉപ്പ ലങ് ക്യാൻസർ വന്നിട്ടാണ് മരിച്ചതെന്നാണ് പറഞ്ഞത്. ഓക്കെ, പുറത്ത് നൽകട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ സമകാലികം സെഷനിൽ അതിഥിയായി ഡോക്ടർ ഷാനിദ് താങ്കളെത്തി. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് സമയം നമ്മളോട് പറയുന്നത്. അൽഹംദുലില്ലാഹ്, ടെക്നോളജികളെല്ലാം നമ്മൾ സ്വീകരിക്കുക, നല്ല മനസ്സോടെ സ്വീകരിക്കുക, ഏറ്റവും നല്ലതിന് വേണ്ടി അത് ഉപയോഗിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, നമുക്കും തലമുറകൾക്കും അതുകൊണ്ട് ഏറ്റവും ഹൈർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ആ നിലക്ക് മുന്നോട്ട് പോകാനും താങ്കളുടെ കരിയറിലും ഭാവി ജീവിതത്തിലും പരലോകത്തും ഒക്കെ വിജയം നേടാനും അള്ളാഹു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറ.